വളിവിട് വളിവിട് മാറിക്ക് മാറിക്ക് ഞാൻ തുടങ്ങുമ്പോഴേ നേരത്തെ ബ്രെയിനോട് ഞാൻ നടുവിലിരിക്കാന്ന് ഒരുമിച്ചിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് വേണം. ഞാൻ കീടങ്ങൾ നടുവിൽ കോൺഫിഡൻസ് പൈസ വേണ്ട പൈസ ഇല്ല. നമ്മുടെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അല്ല ഇന്ന് രാവിലെ പുതിയൊരു കണ്ടതാ. നമ്മളെന്നും ഒരേ വീഡിയോയില് വേറെ പല രീതിയിലും ചെയ്യണം. വേറെ കാര്യം പറയട്ടെ, ഞാൻ ഇനി പിങ്ക് ടീഷർട്ട് ഉണ്ട്. ആരും വെറുതെ പുതിയ ടീഷർട്ട് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. കണ്ടില്ലെന്ന് കണ്ട സൂപ്പർ ഒന്നെടുത്താ ഒന്ന് ഫ്രീ 100 100 100 100. എന്താ ഇന്നത്തെ വീഡിയോയിൽ ഒരാൾക്കാർ കമന്റ് ചെയ്തായിരുന്നു, ഞാൻ എന്തിനാണ് ഇവളെ അപ്പുറത്ത് നിൽക്കുന്നത്, നടുവിൽ നിന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല നടുവിൽ ഇരുന്നൂടെ ചോദിച്ചിട്ട്. അതാണ് നമ്മൾ ഇനി ഇവിടെ അങ്ങോട്ട് തൊട്ടിട്ട് നമ്മൾ മൂന്നാം പാടം വീഡിയോ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും ഞാൻ നടുവിലായിരിക്കും. അതെന്തുകൊണ്ട് ഞാൻ നടുക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ ഞാൻ അറ്റത്ത് നിന്നപ്പോഴത്തേനും കുറെ പേര് കമന്റ് ചെയ്തു, കുഞ്ചുവിനെ ഒഴിവാക്കുന്ന എന്താ, കുഞ്ചുവിനെ എന്താ അവിടെ നിർത്തിയേ, അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കുറെ എന്നെ അപ്പൊ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സെന്ററിൽ നിന്നിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി എന്നെ ഒഴിവാക്കി ആർക്കും തോന്നണ്ടെന്ന് കരുതിയിട്ട്. അപ്പൊ ഏട്ടൻ നടുവിലിരിക്കണമെങ്കിൽ ഏട്ടൻ നടുവിലിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് കൊടുത്തിരിക്കാൻ പറ്റാന്നൊരു ഇതുള്ള സാരില്ല. വീഡിയോ കഴിഞ്ഞിട്ട് ഞങ്ങൾ മുടിപ്പിച്ചിരുന്നോളൂ. മുത്തുമണിയെ ഓക്കെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോ എന്താ കാര്യം എന്ന് പറഞ്ഞു. എന്നാ ഗെയിം എന്താന്ന് വെച്ചാല് എന്നെ പറ്റിട്ട് എഴുത്തമ്മയ്ക്കും എഴുത്തമ്മ പറ്റിട്ട് എനിക്കും എത്രത്തോളം അറിയാം എന്നുള്ള 2 വർഷം കൊണ്ട് ഞങ്ങൾ എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കാനുള്ള ഒരു 10 ക്വസ്റ്റ്യനും എഴുത്തമ്മയോട് ചോദിക്കാനുള്ള ഒരു 10 ക്വസ്റ്റ്യനും പിന്നെ ബാക്കി ക്വസ്റ്റ്യൻ ബാക്കി 6 ഏട്ടൻ ചോദിക്കും. ഞങ്ങൾ അതന്നെ ഒക്കെ ഏട്ടൻ തന്നെ ചോദിക്കുന്നത്. ഞങ്ങൾ തമ്മിലുള്ള സിമിലാരിറ്റീസ്, ഞങ്ങൾ തമ്മിൽ എന്തൊക്കെ ഒരുപോലെ ഉണ്ട് എന്നും കൂടെ ചോദ്യങ്ങൾ നമുക്ക് എഴുതി തന്നത് കുന്നുമ്മ ശാന്തിയാണ്. അതെ, ശാന്തി ചേച്ചിയാണ് നമുക്ക് ചോദ്യം. നിങ്ങളൊന്ന് വിചാരിക്കരുത് കുമാരേട്ടനെ പോലെ മറ്റൊരു അപ്പൊ ശാന്തി ചേച്ചി എന്ന് പറയുമ്പോ നമ്മുടെ കുമാരേട്ടനെ പോലെ മറ്റൊരു അവതാരമാണ്. ശരിക്കും പറഞ്ഞാൽ ശാന്ത വലിയ അപ്പൊ എന്താ അപ്പത്തിന് എന്തായിരുന്നു കറി? അതുകൊണ്ട് എന്താ നമ്മൾ ഇന്നപ്പോ ചെയ്യാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്തായാലും നമുക്ക് അതിൽ കടക്കാല്ലേ. അതെ, ഞാനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അക്ഷരത്തെറ്റുകളൊക്കെ വരും, പുറത്ത് കളയണം. സോറി, ഇല്ല ഞാൻ അക്ഷരത്തിൽ പുറത്ത് കളയില്ല. ഞാൻ വായിക്കുന്നോട് ചിലപ്പോ ഞാൻ തെറ്റെന്നാ പറയാം. ഒരു മിസ്റ്റേക്ക് പ്രോബ്ലം എന്നൊക്കെ പറയുള്ളൂ. നമ്മള് മലയാളീസ് വെറുത്തനർക്കും. അതെ അതെ, ചെറിയ മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞ ഞങ്ങള് സായികുമാരാ. അപ്പൊ എന്തായാലും ഈ കുരിപ്പുളം നോക്കിയിരുന്ന എന്തി കാണിക്കില്ല. ഇതിങ്ങനെ ഞാൻ നടുവിലിരിക്കില്ല കേട്ടോ. അപ്പൊ എന്താ പറയാ, നമ്മള് നേരെ വീഡിയോയിലേക്ക്. ഞങ്ങളെ കുട്ടിക്ക് ഒരു 10,000 പേരാണ് ഇവിടെ. കണ്ണൻ അപ്പു വെറുതെ പറയുന്നേ. അപ്പയുടെ കയറും മുക്ക് പണ്ട് എവിടെ ഇവിടെ വെള്ളിയാണിന്റെ വെള്ളി. ഇതിന്റെ റോൾഡ് ഗോൾഡ് ഇവിടെ ഒക്കെ മുക്ക. ഞാൻ മാത്രമുള്ള പൊന്നായിട്ടുണ്ട്. ആ മഴത്തുള്ളതിന് മണ്ടക്കടിക്ക്. എന്താ അപ്പൊ എന്തായാലും നമ്മള് ഓരോട് തവണയില്ല നേരെ വീഡിയോ കിടക്കാല്ലേ.
നമുക്ക് 100K ആവാറായി. എല്ലാരും കൂടെ നാഞ്ഞു പിടിച്ചാൽ 1 മില്യൺ അടിക്കാം. അതൊക്കെ നമുക്ക് ഭയങ്കര അഹങ്കാരമായിട്ട് 1 മില്യൺ അതൊന്നും ഇന്നും നാളെയൊന്നും ഉണ്ടാവില്ല. 100K അതാണ് നമ്മളത്. അതാണ് അപ്പൊ എല്ലാരും നാഞ്ഞു പിടിച്ച ടെക്കണമായിരിക്കും. നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിട്ട് അടുത്തേക്ക് എത്തുമ്പോ. നമ്മൾ ഒരിക്കലും സത്യം പറയണേ, നമ്മൾ ഒട്ടും വിചാരിച്ചിരുന്നില്ല എന്താ 100K അത്ര പെട്ടെന്നാവുന്നല്ലേ. ആയിട്ടില്ല, ആവാനായി. അതെന്റെ അടുത്തേക്ക് നടന്നോണ്ടിരിക്കാണ്. ഒന്നില്ലെങ്കിൽ എവിടെ എത്തി? 97 നടന്നു വരികയാണ്. കൃഷ്ണപ്പടി എത്തി. ഞങ്ങൾ എഴുതിട്ടാ പോകുന്നത്. അല്ല സത്യം നല്ല ഫാസ്റ്റിലാ പോകട്ടെ. നല്ല ഫാസ്റ്റിൽ പോകുന്നുണ്ട്. അത് നിങ്ങളൊക്കെ സപ്പോർട്ടും കൊണ്ടാണ്. എന്തായാലും 100K ആവണമെന്ന് നമ്മൾ പറഞ്ഞ പോലെ സദ്യ ആയിരിക്കും. കേക്ക് ഉണ്ടാവും. അതെ, കേക്ക് ഉണ്ടാവും. വൈറ്റ് ഫോറസ്റ്റ്. ഞാൻ സാധാ ഫ്ലംബ് വാങ്ങാനാ നിന്നത്. പ്ലംബോ? അപ്പൊ നേരം പിടിക്കുമോ? അതെ, ചോദ്യത്തിലിട്ട് പോട്ടെ പോട്ടെ. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടങ്ങട്ടെ. കുഞ്ചൂസിനോട് ഞാൻ ചോദിക്കുന്നില്ല, പൊന്നൂസിനോടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചോദിക്കട്ടെ. കുഞ്ചൂസിനോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കുഞ്ചൂസിനോട്, എന്റെ അനിയത്തിനോട്, ഒരേ ഒരു പുത്രി, എന്റെ അമ്മയുടെ 2ാമത്തെ മകൾ. ചോദിക്കട്ടെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശോഭ ചേച്ചി എഴുതിയ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇഷ്ടമുള്ള ഫുഡ്. കുഞ്ചൂസിനോട്. നമ്മളിതിൽ മെയിൻ ആയിട്ട് അത് പറഞ്ഞിട്ട് ഞാൻ തെറ്റിപ്പോകുന്നോ. നമ്മൾ കുഞ്ചൂസിനോട് ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും അത് പൊന്നൂസിനോടുള്ള ഇതാണ്. മനസ്സിലായി? അത് ഹലോ ഹലോ അത് നിങ്ങൾ രണ്ടാളും ഇവിടെ നേരെ വെറുതെ പറഞ്ഞു കൊടുക്കുക. എനിക്ക് പറഞ്ഞ മനസ്സിലാവില്ല. അതായത് ഇന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എഴുത്തമ്മയുടെ ചോദ്യങ്ങളാണ്. ഇവളുടെ ഇഷ്ടങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവളോട് ചോദിക്കുന്നത് എന്റെ ഇഷ്ടങ്ങളാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് അത് പറയുന്ന ആള് പറയണം. പിന്നെ അതല്ലേ നിങ്ങൾ വലിയ പീച്ചെന്ന് വിചാരിച്ചിട്ട് കറക്റ്റ് ആവരുത്. രണ്ടാളും പാടെ എന്താ കറക്റ്റ് പറയണം കേട്ടോ. കേട്ടോ ശോഭ ചേച്ചി സത്യം ഓക്കെ അല്ലേ? ഇഷ്ടം പൊന്നൂസിന് ഇഷ്ടമുള്ള ഫുഡ് കുഞ്ചൂസിനോടാണ്. അവർക്ക് ബീഫ് ഇഷ്ടമാണ്. പിന്നെ അതുപോലെ മറ്റേ കടിച്ചു പറിക്കുന്ന സാധനം കക്കയോ ഞണ്ട് അതെ ഞണ്ട് ഇഷ്ടമാണ്. കാര്യം അവളെ വീട്ടിൽ ചെന്നപ്പോഴത്തേനും അവൾക്ക് അതിനോടാണ് കൂടുതൽ ഇഷ്ടം. അവള് നമ്മള് ഈ മറ്റേ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, എന്താ നമ്മള് മറ്റേ ഈ പൂരത്തിന് പോകുമ്പോ പൂരിയുടെ കൂടെ അലുവ മുറുക്ക്, ഈ മുറുക്ക് തിന്നണ പോലെയാണ് അവള് മറ്റേ ഞണ്ടിനൊക്കെ തിന്നണത്. നമ്മുടെ ചെറുപ്പശ്ശേരി ഭാഗത്താണ് ഞണ്ട് കിട്ടണില്ല. ഓക്കെ, എന്നാ ഞാൻ അടുത്തത് പൊന്നൂസിനോടാണ് ചോദ്യം കേട്ടോ. എന്താ കുഞ്ചൂസിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചോദിക്കട്ടോ. ഞാൻ മനസ്സിലായില്ലേ? ഈ മനസ്സിലാകാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. മനസ്സിലായില്ലേ? ചോദിക്കട്ടെ. ഏത് ടൈപ്പ് ഡ്രസ് ഇടാനാണ് കുഞ്ചൂസിന് ഇഷ്ടം? ചേച്ചിക്ക് ജീൻസും ടോപ്പ് ഇടാനാണ് ഇഷ്ടം. പിന്നെ ഞാനിവിടെ വന്നതിന് ശേഷമാണ് ചേച്ചി കുർത്ത ഇടാനൊക്കെ തുടങ്ങിയത്. ഞങ്ങളിപ്പോ ഫുൾ കുർത്തിയാണ്. സത്യമാണോ കുഞ്ചൂസേ? അതെ, കാര്യം ഞാൻ വീട്ടിൽ വരുമ്പോ നോർമലായിട്ട് ഞാനും എടുത്തും സെയിം അതുപോലെ കുർത്തേസ് ഒക്കെ ഇടണം. പക്ഷെ എറണാകുളത്ത് ആകുമ്പോഴൊക്കെയാണ് ആദ്യമൊക്കെ ജീൻസ് ഒക്കെ ആയിരുന്നു. എറണാകുളത്ത് ആകുമ്പോഴും ജീൻസ് ഒക്കെ ആയിരുന്നു. ഇനി എനിക്ക് പറഞ്ഞ ഞാൻ പറയട്ടെ. പറയൂ. എന്റെ അമ്മയുടെ 2ാമത്തെ മകളാണ് കുഞ്ചൂസ്. ഇവിടെ എറണാകുളത്തോട്ട് പോകുമ്പോ സെറ്റ് സാരിയും പട്ടുപാവാടൊക്കെ ഇട്ടിട്ടാ പോയത്. റിട്ടേൺ വരുമ്പോ അവളുടെ ജീൻസ് പാന്റും ടീഷർട്ടൊക്കെ ഇട്ട് എന്റെ അമ്മ അതം പതിച്ചു പോയി പെട്ടത് കണ്ടപ്പോ. അതപ്പോ തന്നെ മനസ്സിലായില്ലേ? ഞാൻ ഇത്രയും ടഫായി വാക്കുകൾ യൂസ് ചെയ്യാറില്ല, ആദ്യമായിട്ടാണ്. എന്നാ തുടങ്ങട്ടെ. എന്നാ പൊന്നൂസ് കുഞ്ചൂസിനോടുള്ള ചോദ്യാണ്. അല്ല ചേട്ടൻ ഇന്നോട് ചോദിക്കണത് പറയണ്ട, പറയുമ്പോ അവർക്ക് കൺഫ്യൂഷൻ ആവും. ഈ ചോദ്യം ചോദിച്ചാൽ ഇന്നോട് നെക്സ്റ്റ് ചോദ്യം ഇന്നോട്. എന്നോട് കേട്ടോ. കുഞ്ചൂസിനോട് പൊന്നൂസിന് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം. അങ്ങനെ സത്യം പറഞ്ഞ ഏട്ടന്റെ കൂടെ എവിടെ പോകാനും എനിക്ക് ഇഷ്ടമാണ് സംഭവം. കാരണം ഞാൻ ഫുൾ തിരക്കാണ്. പക്ഷെ ഞാൻ ഫുൾ ബിസി ചെയ്തിട്ട് കൊണ്ടുപോകാറില്ല. അല്ല ഏട്ടന്റെ കൂടെ എവിടേക്കാ തൊട്ടപ്പുറത്ത് ചായക്കടയാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ എടുത്തമ്മയ്ക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയല്ലേ? അതെ. അല്ലെങ്കിൽ നമുക്ക് അല്ലാന്ന് തുറന്നു പറയാം, കുഴപ്പമില്ല. കാര്യം തെറ്റുള്ളതൊന്നും സ്വാഭാവികം. ഇതാ നിങ്ങൾ പറയണട്ടോ. ഇതെല്ലാം ചോദിക്കണൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവുക. 2 വർഷം ഞങ്ങൾ ഒരുമിച്ചാണ്. അതെല്ലേ? അപ്പൊ ഞാൻ എവിടെയായിരുന്നു? നല്ല ഭാര്യ. രാത്രി 12 മണിയാകുമ്പോ സിനിമ കഴിഞ്ഞ് വരുമ്പോഴാണ് ഇവര് രണ്ടാളും ഒരുമിച്ചു. അത് വരെ അത്രയും സമയം ഞങ്ങൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. നോർമലി ഞങ്ങളുടെ ഇഷ്ടങ്ങളും എല്ലാം കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും. ഓൺലൈൻ അണക്ക് കെട്ടിച്ചേർട്ടെ. ഈ കെട്ടിയില്ലല്ലേ? ഞാൻ ആലോചിക്കട്ടെ. പിന്നെ കുറച്ച് ചേച്ചി ആലപ്പുഴയ്ക്ക് പോയില്ല.
എനിക്കിടയ്ക്ക് സോപ്പ് തേച്ച് തരും. അപ്പൊ തുടങ്ങട്ടെ. എന്നാ പൊന്നൂസിനോടാട്ടോ, നിന്നോട് ഏറ്റവും കൂടുതൽ വഴക്കിടുന്നത് എന്തിനാണ്? ചേച്ചി എന്നോട് ഏറ്റവും കൂടുതൽ വഴക്കിടുന്നതിനാണെന്നോ? ഞാൻ ഫോൺ പിടിച്ചെടുക്കാതെ അത് ചേച്ചി ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഫോൺ പിടിച്ചിട്ട് അവൻ എടുക്കില്ല, കുറെ കണ്ടോ തിരിച്ചു കൊടുക്കുക. അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചിപ്പേണ്ടത്. ആദ്യമൊന്നുമില്ലായിരുന്നു, ആ കുഞ്ഞാവണ്ടാന്റെ തിരക്കിലാണ്. കാരണം ഞാൻ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോ എനിക്കെന്ന് പറഞ്ഞാൽ നേരം കാണാൻ സമയമില്ല. ചിലപ്പോ എനിക്ക് വിളിക്കും, ചിലപ്പോ അപ്പോഴൊക്കെ വിളിക്കാൻ തോന്നും, മിണ്ടാൻ തോന്നിയോ. ചിലപ്പോ 1 മണിക്കൊക്കെ വിളിച്ച് ഞങ്ങൾ ചിലപ്പോ മണിക്കൂർ വളർത്തുമ്പോ ചുമ്മാ അവളോട് വർത്താനം. എന്നായിട്ടില്ലേ 10 മണിക്ക് വിളിച്ച് 5 മിനിറ്റ് വർത്താൻ ഞാൻ കട്ട് ചെയ്യും. ചേച്ചിനായിട്ട് 11 മണിക്ക് വിളിച്ച് 1 മണിക്ക്. വേറെ കാര്യം നീ മനസ്സിലാക്കണം, പ്രേമിക്കണ സമയത്ത് നിനക്ക് ഞാൻ രാവിലെ വിളിച്ച വൈകുന്നേരം കട്ടാക്കാറുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് വഴക്കിടാറുണ്ടായിരുന്നത്. അടുത്തത് ഇനി എന്താ, കുഞ്ചൂസിനോടാണ്. ബെസ്റ്റ് ഫ്രണ്ട്, പൊന്നൂസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്തായിരുന്നു അവരുടെയൊക്കെ പേര്? മുന്താസ്, പിന്നെ ഏതൊരു ഉത്തര, പിന്നെ എന്തൊരു ഖദീജ, ഉമ്മനി, അല്ല പിന്നെന്താ മുസ്നയോ ഇസ്നയോ മിസ്നാന്ന് പറഞ്ഞ കുട്ടി, ഏതൊരു ഉസ്നയോ അങ്ങനെ എന്തൊരു പേര്. അതന്നെ ആ പേരോളൊക്കെയാണ് അവരെനിക്കറിയാം. എനിക്ക് അവരെ പറ്റി അങ്ങനെ പേര് കിട്ടില്ല, പക്ഷെ ആൾക്കാരൊക്കെ അറിയാം. ഓക്കെ, എന്നാ പൊന്നൂസിനോടാണ്. കാരണം ഇത് നേരത്തെ ക്വസ്റ്റ്യനില് എന്താ പറയാ കുഞ്ചൂസ് എഴുതിയായിരുന്നു. അല്ല, കുഞ്ചൂസിനോട് ചോദിച്ചു, പക്ഷെ ഒന്നുകൂടെ ഇവിടെ ചോദിക്കുകയാണ്. പോകാൻ ഇഷ്ടമുള്ള സ്ഥലം? അത് ചേച്ചി പറഞ്ഞ പോലെ തന്നെ വിഷ്ണുവിന്റെ ഡേ നരകത്തേക്ക് വിളിച്ചാൽ പോയിക്കോളും. വിഷ്ണുവിന്റെ കൂടെ പോകാനാണ് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ. നോട്ട് ദ പോയിന്റ്. ഓക്കെ, എന്നാ ചോദിക്കട്ടെ. ഇതെന്തേ ഇതിന് സംഭവം എന്താന്ന് വെച്ചാൽ എനിക്ക് എന്നെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാനും ഏട്ടത്തിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഏട്ടത്തിമേ ഉണ്ടാക്കി എടുക്കണത്. അത് ഏട്ടൻ ഞങ്ങളുടെ അടുത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചോദിക്കുകയാണ്. ഞങ്ങൾ പരസ്പരം എഴുതി തന്നാൽ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. ഞങ്ങളുടെ ചിന്താഗതി ഒരുപോലെ ഇടുന്നതൊക്കെ പറയപ്പോ. അതെ, ഞങ്ങളുടെ ചിന്താഗതി ഞങ്ങള് എന്താട്ടാ ആരുടെ എഴുതിയ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതാണോ ഏട്ടത്തിമേ എഴുതാണോ? എന്നാ കുഞ്ചൂസിനോട് കേട്ടോ, കുഞ്ചൂസിന് ഇഷ്ടമുള്ള ഫുഡ്. നാട്ടുകാർക്ക് മൊത്തം അറിയാം, ചിക്കൻ. അതറിയാത്ത ആരുമില്ല. അവള് കല്യാണത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പീസ് ഷാൾ കെട്ടി കൊണ്ടു. ചക്കി കൊത്ത ചങ്കരൻ അവരെന്തായാലും പാടെ എത്ര വട്ടം ഉണ്ടായിരുന്നു. മരിച്ച വീട്ടിൽ പോയിട്ട് ചെക്കൻ എപ്പോഴും ഇറങ്ങാറായി ചോദിച്ച ടീംസ് ആയിരിക്കണേ. അത് പിന്നെ അവന്റെ അനിയത്തിയും ഭാര്യയൊക്കെയില്ല, അപ്പൊ അതല്ലാതെ അപ്പുറം ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ എന്നാ ഒരു മിനിറ്റ്, എന്നാ ഞാൻ അടുത്ത ചോദിക്കട്ടെ. കുഞ്ചൂസിനോടാണ്. ഇതെന്താ ഇതിന് ഇഷ്ടമുള്ള ക്ലീനോ? ഇതെന്താ അക്ഷരത്? എന്താണ് ആ നാലാമത്തെ ക്വസ്റ്റ്യൻ? പൊന്നൂസേ, ഇഷ്ടമുള്ള ക്രീമോ കളർ? ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കട്ടെ, ഒരു മിനിറ്റ് കേട്ടോ. കണ്ടോ, ഇതുണ്ടോ? ഇതെന്താ എഴുതിയാണ്? ഇത് എന്നെ കുറ്റം പറയാൻ ഞാൻ നല്ല പഠിപ്പാണ്. അതിനെ ഇഷ്ടമുള്ള കളർ, കുഞ്ചൂസിന് ഇഷ്ടമുള്ള കളർ എന്നോടാ ചോദിക്കണേ. ചിരിച്ചളക്കുരി പോലെ പുതിയ കുത്താ. പൊന്നൂസിനോടാണ്. പൊന്നൂസിന് ഇഷ്ടമുള്ള കളർ ബ്ലാക്ക്. ഓക്കെ അല്ലേ? എന്നാ പൊന്നൂസിനോട്, പുറത്തു പോയാൽ ഏറ്റവും കൂടുതൽ സമയം കളയുന്നത് എന്തിന്? നല്ല ഭാര്യ, വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും. സത്യമായിട്ട് കൂടുതലായിട്ട് ഒന്ന് സെൽഫി ഭ്രാന്ത് കൂടുതലാണ്. പിന്നെ എന്താ പറയുക, ഞങ്ങള് പോകാന്നുണ്ടെങ്കിലും ഈ അറ്റത്ത് ഇറങ്ങി അവിടുന്ന് തിരിച്ചെത്തുന്ന ഒരു സകല ആൾക്കാരും നോക്കി, കുറെ പേര് നോക്കി കമന്റ് പറഞ്ഞു, കുറെ പേര് സകല കുറ്റവും കണ്ടുപിടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞു. എന്നാ അടുത്തത്
എന്താ പറയാ കുഞ്ചുസിനോടാണ്. ഏട്ടനോട് ഏറ്റവും കൂടുതൽ വഴക്കിടുന്ന കാര്യം. ഏട്ടത്തിമ്മ വഴക്കിടുന്ന കാര്യം അല്ലേ? അതായത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാ ഒന്ന് എന്താ പറയാ, പണ്ട് പ്രേമിച്ചോണ്ടിരിക്കണൊക്കെ എപ്പോഴും വിളിക്കുമായിരുന്നു. കല്യാണം കഴിയുമ്പോ വിളിയില്ല. അപ്പൊ ഏട്ടൻ പുറത്തു പോകാനും വിളിക്കില്ല. അപ്പൊ ഏട്ടൻ പറയും ഇനി പൊന്നൂസ് അപ്പ അവിടെ ഇല്ല, ഇപ്പൊ ഇന്റെ അടുത്തില്ല, ഇപ്പൊ ഞാൻ എന്തിനാണ് അപ്പൊ ഏട്ടൻ പുറത്തു പോയാൽ വിളിക്കുന്നില്ല, ഞാൻ പാവം വിളിക്കണം. അത് എന്താ പറയാ പ്രേമിച്ച് ഇത് ഞാൻ പറയുന്നത് പറയണം. നമ്മൾ പ്രേമിക്കുന്ന സമയത്ത് എപ്പോഴെപ്പോഴും വിളിച്ചും കൊണ്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ പ്രേമം കഴിഞ്ഞ് വീട്ടിലെത്തിന് പിന്നെ 24 മണിക്കൂറും വിളിച്ചും കൊണ്ടിരിക്കാറുണ്ട് കഴിഞ്ഞാൽ എല്ലാ ഭാര്യമാരും അങ്ങനെയാണെന്നൊക്കെ ഈ പ്രേമിച്ച് കിട്ടിയവരൊക്കെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. തിരക്കാണ് മുത്തുമണി. അപ്പൊ ഓക്കെ, ഇപ്പൊ ന്യൂസിനോടാണ്. കുഞ്ചൂസിന് ഇഷ്ടമുള്ള ടോയ്സ്. ആര്? ടോണിയോ? ഓക്കെ. ടെഡിബിയറിനോട് എനിക്കൊരു ഭയങ്കരമായിട്ടുള്ള എനിക്ക് ലാസ്റ്റ് ആയിട്ട് ഏട്ടമ്മ എനിക്ക് വരുന്നത് അത് ഡോറ. ഓക്കെ, ഞാൻ അടുത്തത് കുഞ്ചൂസിനോടാണ്. പൊന്നൂസിന് ഇഷ്ടമുള്ള കസിൻസ്. കസിൻസില് അതിപ്പോ പറയാനില്ല, പഞ്ചു, നിഖില്, അപ്പു, സാന്ദ്ര നമുക്ക് ഇഷ്ടമാണ്. വേറെ ആരെങ്കിലും? പൊന്നൂസിനോട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാക്ക്. പറയണം. അടുത്തത് കുഞ്ചൂസിനോടാണ്. പൊന്നൂസിന്റെ ഇഷ്ടമില്ലാത്ത കാര്യം. പൊന്നൂസിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമോ? വിളിച്ച ഫോൺ എടുക്കില്ല, നാശം പിടിച്ചു. ഇത് നേരത്തെ പറഞ്ഞ ഉത്തരാണ്. വേറെ പറയാം. വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാ ചിലപ്പോ അങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യം എന്താ, അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ അങ്ങനെ എടുത്ത കാര്യം പറയാനൊന്നുമില്ല. കൊറേ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സിമിലാരിറ്റീസ് ആണ്. പ്രത്യേകിച്ച് അങ്ങനൊന്നും ഇല്ല. എനിക്ക് മെയിൻ ആയിട്ട് ഇത്ര ഉള്ളൂ. മെയിൻ ആയിട്ട് ഇത്ര തന്നെ ഉള്ളൂ. സംഭവം എന്താ വെച്ചാൽ അവിടെ വീട്ടിൽ പോകുമ്പോ തിരക്ക് ആകുമ്പോഴത്തേനും ഞാൻ വിളിക്കും, ചിലപ്പോൾ എടുക്കില്ല, കുറച്ചുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാം. എനിക്കത് ഭയങ്കരമായിട്ട് വിഷമാണ്. എടുത്തില്ലെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവളോട് മിണ്ടണം. ശരിക്കും ഇടയ്ക്കിടയ്ക്ക് വിഷമം വരും. അത് പുലർച്ചെ 2 മണിക്ക് സോപ്പ് വെക്കണം. ശരിക്കും പുലർച്ചെ 2 മണിക്കൊക്കെ വിഷമം വരുന്നത് എനിക്ക് മെസ്സേജ് അയക്കും. അത് ഈ വീടും അങ്ങനെ തന്നെ കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ രാത്രി അധികം ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി 11 മണിയാകുമ്പോൾ വിളിച്ച് വർത്താനം മട്ടാർന്ന് കിടക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടുന്ന ടീമാണ്. അല്ലാണ്ട് പ്രത്യേകിച്ച് പെടുത്തുമ്പോൾ ഇഷ്ടമില്ലാത്തൊരു കാര്യമില്ല എനിക്ക് അങ്ങനെ. അടുത്തത് പൊന്നൂസിനോടാണ്. ചോദിക്കട്ടെ? പൊന്നു ഓക്കെ അല്ലേ? മണിക്കുട്ടി ഓടി തുടങ്ങിട്ടാ എന്നാടാ ഞാൻ ചോദിക്കട്ടെ, കുഞ്ചൂസിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാണ്? ഞാന് അമ്മു, ജോസു, വൈസു, ജബ്ബു, ഉണ്ണിയേട്ടൻ, ബിലാലാക്കും. അവന് വേണം ഏട്ടനെയും കൂട്ടാം. നമുക്ക് കൊറേ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. ഇതിലൊന്നും ഒതുങ്ങാതെ കൊറേ ഉണ്ട്. ഇനിയുണ്ട്. ഇവരോട് മാത്രമാണ് ഞാൻ വിളിച്ചു ഒരുപാട് ആൾക്കാരുണ്ട്. കുഞ്ചൂസിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ആര്യ, സന്തൂരൊക്കെ ഉണ്ട്. ട്രെയിനിൽ കയറിയ ട്രെയിനിന്റെ ആൾക്കാരൊക്കെ നമ്മുടെ സ്വന്തക്കാരാണ്. സത്യം ഞങ്ങൾ ജോളിയായിട്ട് ഇവിടെ പോവാറ് ട്രെയിനിൽ കയറുമ്പോ. ജോളി. ഓക്കെ, എന്നാ അടുത്തത് കുഞ്ചൂസിനോടാണ്. പൊന്നൂസിന് ഇഷ്ടമുള്ള കളർ. അത് പറയാനുണ്ടോ? ബ്ലാക്ക്. അമ്മയ്ക്കും ബ്ലാക്ക് ആണ് ഇഷ്ടം, എല്ലാവർക്കും ബ്ലാക്ക് ആണ്. പിന്നെ ഞങ്ങൾക്ക് റെഡും ഇഷ്ടമാണ്. ഓക്കെ, എന്ത് സൗണ്ട് ഈ പല്ലി കറിയ പോലെ. ഓക്കെ, ഒതുങ്ങിയിരിക്കും. ഞാൻ അടുത്ത ചോദ്യം നോക്കട്ടെ. പൊന്നൂസിനോട് മറ്റേ പൊന്നൂസിനോടാണ്. എന്തിടുന്നേ? അത് ഇട്ടുണ്ടോ? ഓക്കെ, എന്നാ അടുത്തത് പൊന്നൂസിനോടാണ്. ഏറ്റവും കൂടുതൽ വിഷമം വരുന്ന 2 കാര്യങ്ങൾ വ്യക്തമായി പറയണം. പൊന്നൂസിനോടാണ് ചോദ്യം. കുഞ്ചുനെ പറ്റിയിട്ട് അല്ല, ഞാൻ ഒന്നുകൂടി പറയുന്നതായില്ലേ. ഓക്കെ, ഒരു മിനിറ്റ്. ഏറ്റവും കൂടുതൽ വിഷമം വരുന്ന 2 കാര്യങ്ങൾ കുഞ്ചൂസിനെ പറ്റിയിട്ട് പറയൂ. ഞാൻ ഇംഗ്ലീഷിലും പറയാം. ഒന്ന്
ദേഷ്യം വാക്കിടുമ്പോ രണ്ട് വീട്ടിൽ വാക്കിടുമ്പോ അപ്പൊ ആള് റൂമിൽ കയറുന്ന കരഞ്ഞ പാലടച്ചാതിരിക്കും അവിടെ അതിന്റെ ഉള്ളിൽ. എല്ലാരോടും വാക്കിടുമ്പോ ഏട്ടനോട് വാക്കിടുമ്പോ മാത്രമേ റൂമിൽ കയറി വാലെടുത്തിരിക്കണ പതി. പിന്നെ ഏട്ടൻ വന്നൊക്കെ വിളിക്കണം, പക്ഷെ പട്ടി 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കുന്നത്. അതാണ് എനിക്ക് വിഷമം. 2 കാര്യങ്ങൾ കറക്റ്റ് ആണ്. ഇനി എന്നോട് ചോദിക്കുക അനക്ക് ദേഷ്യം വരും ഞാൻ എന്തൊക്കെ ചെയ്യണം? അതല്ല, കുഞ്ചൂസിന് ദേഷ്യം വരുമ്പോ എന്നോട് ചോദിക്കും. ഓളിപ്പടുള്ള ചോറും പാത്രം കൊണ്ടിട്ട് ക്യാൻറ്റീനിലിടും. ഓക്കെ, അടുത്ത ചോദിക്കട്ടെ. കുഞ്ചുനോടാണ് ദേഷ്യം വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ. പൊന്നൂസ് പൊന്നൂസിന് ദേഷ്യം വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ വേഗം പറയാൻ. മണിക്കുട്ടി ഓർഡർ ഉണ്ടോ? ഇല്ലല്ലേ, നിർത്തിച്ചു. ഞാൻ അവക്ക് ഇപ്പൊ ഞാനും എന്റെ വീട്ടിലായതുകൊണ്ടാണ് ഏട്ടൻ മണിക്കുമ്പോ തെറ്റി റൂമിൽ കയറി പറഞ്ഞിരിക്കണം. പക്ഷെ എടുപ്പിക്കാൻ പറ്റില്ലാത്തോണ്ട് എടുത്തുമ്പോ ഇത് കേട്ടിത്തര നടത്താം. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ സമയത്ത് ഇന്നോടില്ല കേട്ടോ. ഇന്നോട് അപ്പോഴും മിണ്ടും, ഞങ്ങളെന്നോട് അപ്പോഴും മിണ്ടും. താട്ടനൊക്കെ വഴക്കിടുമ്പോഴൊക്കെയാണ് കേട്ടിട്ട് നടക്കുള്ളൂ. പിന്നെ ദേഷ്യം വന്നിട്ട് പോയിട്ട് 2 പപ്പടം കഞ്ചി. പപ്പടം അല്ലെങ്കിൽ അപ്പുറത്തെ കിടന്ന് കോഴിമുട്ട വായിക്കൊണ്ട് 2 ഓംലെറ്റ് അടിക്കുമ്പോൾ. ചോദിക്കട്ടെ, കുഞ്ചൂസിൽ ഇവളിൽ നിനക്ക് വിശ്വാസമുള്ള 2 കാര്യങ്ങൾ പറയുക. അല്ല, നിന്റെ അപ്പുറത്തെ വീട്ടിൽ പറയുന്നതാ. നിന്നോട് തന്നെയാണ് പറയാ. ചേച്ചിയുടെ എനിക്ക് വിശ്വാസമുള്ള 2 കാര്യങ്ങൾ. അതായത് ഇനി ആഫ്റ്റർ മാരേജ് ആണോ സീരിയസ് ആയിട്ട് ചോദിച്ചത്? പറഞ്ഞോ. ആഫ്റ്റർ മാരേജ് ആയിക്കോട്ടെ. ഇതിപ്പോ കല്യാണം കഴിഞ്ഞാണെങ്കിൽ ചേച്ചി കുക്കിങ്ങിന് പൊളിയാണ് കേട്ടോ. അത് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ്, നമുക്ക് എന്തെങ്കിലും വിഷമോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചെന്ന് പറയാനും അതിന് നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്താനും ചേച്ചി പൊളിയാട്ടോ. ആ കാര്യം ചേച്ചി പൊളിയാണ്. ഡയറി ഫ്രിഡ്ജിൽ പൊട്ടിരിക്കുന്ന ആൾക്കാർ ചോദിച്ചായിരുന്നു. ഇന്നലെ നമ്മൾ 3 ഡയറി മിൽക്ക് വാങ്ങി. അയിത്ത നമ്മൾ ഒറ്റൊന്നും കൊണ്ടേ അടിച്ചുള്ളൂ, ബാക്കി 2 എവിടെയെന്ന് നിങ്ങൾ കേൾക്കണം. ഇന്റെ രോദനാണ്. 2 ഇവിടെ വെച്ച് പോയി. അയിത്ത 1.5 പൊട്ട് അവർ തിന്നു. എന്നിട്ട് ചെറിയൊരു കഷ്ണം അവിടെ വെച്ചില്ല. ഏട്ടത് ഏട്ടനാണ് എന്ന് മനസ്സിലാക്കണം നിങ്ങള്. 2 കൊണ്ട് 3 ആൾ തിന്നു. അപ്പൊ കറക്റ്റ് ആയില്ലേ? ഒരു മിനിറ്റ്. അടുത്തത് കുഞ്ചൂസിനോട് കേട്ടോ. കുഞ്ചൂസിനോട് ചോദിക്കട്ടെ, വന്ന സമയം എപ്പോഴും ഉള്ള പൊന്നൂസിന്റെ വ്യത്യാസം. വന്ന സമയവും ഇപ്പോഴുള്ള വ്യത്യാസം മനസ്സിലായി. ഏട്ടൻ വന്ന സമയത്ത് ഇപ്പോഴും ആ ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചാല്, വന്ന സമയത്ത് വലിയ പക്വത ഇല്ലായിരുന്നു. എന്താ വെച്ചാൽ ഏട്ടൻ വന്ന സമയത്ത് അറിയുമ്പോഴത്തേനും ആ ഒരു പക്വതക്കുറവ് നല്ല ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 ദിവസം കുഴപ്പമില്ലായിരുന്നു. പിന്നെ അമ്മ ചോറിന് അരി കഴിയിടുമ്പോ പച്ചരി കഴിക്കും. അല്ല, എന്നാൾ കട്ടൻ ചായ വെക്കാൻ പറഞ്ഞപ്പോ മറ്റേ ഔലൂസും പൊടി എടുത്തിട്ടില്ലേ പഞ്ചായത്ത് പറഞ്ഞിട്ട് ഏട്ടൻ തന്നെ കുടിച്ചു. എന്നിട്ട് ഞാൻ കാര്യത്തേക്ക് പോട്ടെ, കാര്യം പറയട്ടെ. അപ്പൊ വന്ന സമയത്ത് എടുത്തുമ്പോ പക്വതക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ പറയാ, ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ. പല കാര്യങ്ങളിലും ഇപ്പൊ അന്ന് പറയുമ്പോ ഞങ്ങൾക്ക് ഇടയിലും അതേ ചെറിയ ചെറിയ തട്ടലും മുട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതായത് ഒരു 6 മാസം അതിന്റെ ഇടയ്ക്ക് ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഫാമിലി ആയിട്ട് അഡ്ജസ്റ്റഡ് ആയപ്പോ കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പൊ നല്ല പക്വതയോടെ കൂടെയായിട്ട് കേട്ടോ ബിഹേവ് ചെയ്യണം. അപ്പൊ ഞാനും അമ്മയും ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനും വെക്കാനും ഒക്കെ എല്ലാത്തിനും പക്കയാണ്. ഇപ്പൊ നമ്മളോട് ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് അമ്മയോട് എന്തെങ്കിലും പറയുന്ന ആ ഒരു ഫീൽ തന്നെയാണ് ഇപ്പൊ എഴുത്തിമോട് പറയുമ്പോഴും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ എഴുത്തിമ്മന്ന് വിളിക്കുന്നത്. അല്ല, ഇതാണ് സത്യം, സംഭവം സത്യമാണ്. അതുപോലെ ഇല്ലേ കൊറേ പേര് ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കീടം എന്നാണോ വിളിക്കുന്നത്? മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചില നാട്ടിൽ ചിലപ്പോ റോങ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. ചില നാട്ടിൽ നമ്മളിവിടെ അങ്ങനെ പ്രശ്നങ്ങൾ ഞങ്ങൾ കീടങ്ങളായ കാര്യം ഞങ്ങൾ സ്വയം ഏട്ടൻ ഞങ്ങൾ ഡാക്കളെ ഈ വിളിച്ചു വരുന്നില്ല. ഏട്ടൻ ഞങ്ങൾ ഡാക്കളെ അതുകൊണ്ടാണ്. ഓക്കെ, ഇനിയുള്ള ക്വസ്റ്റ്യൻ നിങ്ങളെ വെളിച്ചം വരുന്നില്ല പുറത്തുനിന്ന്. അപ്പൊ നിങ്ങളെ 2 പേരിനോടും കൂടി ഞാനൊരു 5 ചോദ്യം ചോദിക്കട്ടോ. 2 പേരിലും ഒരുപോലെയുള്ള 2 കാര്യങ്ങൾ. ആദ്യം ഒരാൾ പറയാ, പിന്നെ ഒരാൾ പറയട്ടോ.
ഒന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരിലും ഒരുപോലെയുള്ള പക്ഷെ ഒരുപാട് നീട്ടണ്ട, ചുരുക്കി പറയാം. ഓക്കെ ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ടോ? ഞങ്ങൾക്ക് ഒരുപാട് പറയണല്ലേ, ഞാൻ പറയില്ല. ഞങ്ങൾക്ക് ഒരുപോലെയാണ്. അതായത് ഇപ്പൊ കുക്ക് ചെയ്യുമ്പോ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോ ഞങ്ങൾക്ക് തോരൻ തോരനല്ല ഉപ്പേരി, ഞങ്ങൾ ഉപ്പേരി എന്ന് പറയുന്നത്. അത് ഒന്ന് ഞാൻ പറയാം, ഒന്ന് എനിക്ക് പറയാം. അപ്പൊ ഈ തോരൻ എന്ന് പറയുന്ന സംഭവം ഉപ്പേരി, ഞങ്ങളുടെ അവിടെ ഉപ്പേരി. ഞങ്ങളിപ്പോ ഈ കായപ്പേരി, വഴുതനങ്ങ ഉപ്പേരി, വെണ്ടക്ക ഉപ്പേരികളല്ലോ, ഇതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് ഉടഞ്ഞിട്ട് ഇങ്ങനെ വെക്കണ. അതേപോലെ ഞങ്ങൾക്ക് വേറെ ഈ ഉപ്പേരിക്ക് കുറുക്കുമ്പോഴേ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യല്ലേ അത് പോയാൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ലേ ഒരു ചെറിയ കഷ്ണം പോലെ അതെ അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഉപ്പേരിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിരിക്കണം ഞാൻ കണ്ടത്. പക്ഷെ അമ്മയ്ക്കും ഏട്ടനും അങ്ങനെയല്ല, ഉടയാതിരിക്കുന്നതാണ് ഇഷ്ടം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം പറയും. പിന്നെ എന്താണ് പറയണ്ടത്? പിന്നെ ഞാൻ എപ്പോഴും ഞങ്ങള് ഒരുമിച്ചാണ്. ഇപ്പൊ ഡ്രസ് ചെയ്യാണെങ്കിൽ ഒരുമിച്ചാണ്, വീഡിയോ ചെയ്യാനായിട്ട് മുടി കെട്ടാണ് ഒരുമിച്ചാണ്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുമിച്ച് ഒരുപോലെ മുടി കെട്ടുള്ളൂ, ഒരുപോലെ ഡ്രസ് ചെയ്യുള്ളൂ, ഞങ്ങളൊക്കെ ഒരുമിച്ചാണ്. അതെ, ഒരുവിധം ഉപരിയാണ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അതെ, ഞങ്ങൾ ഒരുവിധമൊക്കെ ഒരു അതുപോലെ തന്നെ. ഇപ്പൊ എന്താ പറയാ, രണ്ടാൾ ഓരോന്ന് പറഞ്ഞോ, ഇനി ഓരോന്നും പറയണം. ഓരോന്നും കൂടെ പറയണോ? രണ്ടെണ്ണാണ് പറയാം. അതുപോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോമഡി ഫിലിംസ് ആണ് കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ കാണാൻ ഒന്നിലേക്ക് ചേച്ചിക്ക് ഞാൻ വേണം, ചേച്ചി കളറിക്കാൻ ഞാൻ വേണം, ഞാൻ കളറിക്കാൻ കൂടുതൽ അല്ലെങ്കിൽ ഞങ്ങൾ കാണില്ല, ഞങ്ങൾക്ക് സംഭവം പേടിയാണ്. അതായത് പിന്നെയുള്ള ഒരു സിമിലാരിറ്റി എന്ന് പറയുമ്പോഴത്തേനും തിയേറ്ററിൽ സിനിമയ്ക്ക് പോകുമ്പോ ഏട്ടൻ സത്യം പറഞ്ഞ് ഞങ്ങൾ ഇരിക്കാതിരിക്കാൻ ശ്രമിക്കും. കാരണം എന്താ വെച്ചാൽ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇന്ന് ചിരിക്കും. ഏതൊരു സിനിമയ്ക്ക് പോയിട്ട് സംഭവം അതിരാജല്ല, ഏത് മമ്മൂട്ടിയുടെ ഒരു സിനിമയ്ക്ക് ഫുള്ള് സാഡ് സിനിമയാണ്, കല്യാണം കണ്ട സിനിമ പേരൻപ്. അപ്പൊ അതിന് പോയിട്ട് അതിന് ഫുള്ള് സാഡ് ആയിരുന്നു. എന്താ അറിയില്ല, ഏതൊരു സീനാണപ്പോ ഞങ്ങൾക്ക് ചിരി വന്നു, ഞങ്ങൾ ചിരിച്ചു. ഫ്രണ്ട് ചെയ്ത ചേട്ടന്മാരെ ഞങ്ങൾ തിരിഞ്ഞു നോക്കൊക്കെ ചെയ്തു. അന്നേരം ഞങ്ങൾക്ക് പറഞ്ഞു ഇനി സിനിമ തിയേറ്ററിൽ കയറുമ്പോൾ ചിരിക്കരുതെന്നൊക്കെ. പക്ഷെ ഞങ്ങളെ ശ്രമിക്കാറ് പോലും ചിരിക്കാതിരിക്കാൻ. അതാണ് ഇങ്ങനെ കുറെ കാര്യങ്ങള് ഞങ്ങൾ ഇതുപോലെയാണ്. ഓക്കെ, എന്നാ പൊന്നൂസ് പറഞ്ഞു. പറഞ്ഞോ? സോറി, ഞാൻ വേറെ ലോകത്ത് പോയി ട്രിപ്പിങ്ങിലായിരുന്നു. ചോദിക്കട്ടെ, രണ്ടാളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ള രണ്ട് കാര്യം. ഇഷ്ടമുള്ള കാര്യം ഏട്ടമ്മയിൽ എനിക്ക് ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ എന്തുണ്ടാക്കിയാലും തിന്നും, ഞാൻ എന്തുണ്ടാക്കിയാലും എടുത്തുമ്മക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് എന്തുണ്ടാക്കാനും ഇഷ്ടമാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അമ്മയും ഏട്ടനൊക്കെ പോയി കഴിയുമ്പോൾ ഞാനും എടുത്തിമ്മ ഒറ്റയ്ക്കൽ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ കിടക്കുകയാണെങ്കിൽ എടുത്തിമ്മ അവിടെ വന്ന് കിടക്കും. അങ്ങോട്ട് ഞങ്ങൾ പതുക്കെ 10 മണിയൊക്കെ പണിയെടുക്കണ്ടേ 2 മണിക്കൂർ പറഞ്ഞു. അങ്ങനെയാണ്. പിന്നെ 10 മണിക്ക് ഏട്ടൻ വരാറാകുമ്പോഴത്തേനും ഞങ്ങൾ ചാടിയിട്ട് ഓടി നടന്ന് പണിയെടുക്കുന്ന ടീംസാണ്. രണ്ട് കാര്യങ്ങൾ ഈ പറയും. അതെ, ഇനി ഞാൻ പറയണോ? ഒന്നും പറയാൻ കിട്ടുന്നില്ല. പിന്നെ ഞാൻ ചോദ്യം ഇപ്പം അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം വെച്ചാലേ ഇപ്പൊ മറ്റേ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു, പണ്ട് ഏട്ടനും ചേച്ചിയാണ് 2 സൈഡിൽ മിറ്റടിച്ചായിരുന്നു, ഒരു ഭാഗം ഏട്ടടിക്കും ഒരു ഭാഗം ചേച്ചി അടിക്കും. ഞങ്ങളുടെ എടുക്കുമ്പോൾ അത്തടുന്നില്ല, ഞങ്ങളും അങ്ങനെ തന്നെയാ. 2 ഭാഗം ഇവിടെ നമുക്ക് 4 മിറ്റുണ്ടെങ്കിൽ 2 ഭാഗം ചേച്ചി അടിക്കും, 2 ഭാഗം ഞാൻ അടിക്കും. അതേപോലെ ഞാൻ അടിച്ചു വരുമ്പോൾ ചേച്ചി തുടക്കും. അല്ലെങ്കിൽ ഇത് ഏട്ടൻ പെട്ടെന്ന് വരാനിച്ചല്ലേ കോലായും ചേച്ചി എടുത്ത് തുടക്കും, ഇടമഴ ഞാൻ തുടക്കും, റൂം തുടക്കില്ല. അങ്ങനെ കുളിമൂട് കാര്യം പറഞ്ഞപ്പോഴാ ഞങ്ങൾ എന്താണ് കുളിക്കാനുള്ള റൂമിൽ 2 ബാത്റൂമിൽ കയറും. അവിടെ നിന്ന് വർത്തനം പറഞ്ഞ അങ്ങനെ കേട്ടോ. ഞാൻ ഈ കുരിപ്പ് വർത്തനം പറഞ്ഞു തുടങ്ങിയല്ലേ, ഞാൻ ആ പുറത്ത് ബാത്റൂമിൽ അടക്കലുണ്ട്, ഞാൻ ആ കല്ലുമ്പ് കയറുന്ന വർത്തനം പറയും. കുടി കഴിവിനോട് പറയും ഞാൻ പോവാണ്. ഞാൻ സത്യം ഇന്നലെ കൂടെ വരെ ഉണ്ടായിരുന്നു. നീട്ടി വിളിക്കണോ? അല്ലെ ഞാൻ പറയട്ടെ, ഈ കൊച്ചു പറയുന്നു. ഇന്നലെ വൈകുന്നേരത്തിന്റെ അമ്മയുടെ എനിക്ക് വഴക്കൊക്കെ കേട്ടു. ഞാൻ അതുപോലെ കല്ലുമ്പേരുന്ന് വർത്തനം കൊണ്ട് ഈ കുരിപ്പ് ഇറങ്ങിപ്പോയി. എന്നിട്ട് അമ്മനെ വഴക്ക് പറഞ്ഞു, ഈ എപ്പോ കയറിയ പോലീസ് കുളിക്കാൻ കയറിയതുകൊണ്ട്. ഓക്കെ, അടുത്ത് വീട്ടിൽ വരുന്നതിന് മുന്നേ പരസ്പരം ഉണ്ടായിരുന്ന ധാരണ രണ്ടുപേർക്കും. അങ്ങനെ ഞങ്ങൾക്ക് ധാരണ കാര്യം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി എന്നെ കാണാൻ കണ്ടിട്ട് എന്നോട് 2 വട്ടം വന്നിട്ടുണ്ട്.
അത് ഏടത്തിമ്മേനെ കാണാൻ വേണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. പ്രേമിക്കുന്ന സമയത്ത് ഞാൻ താട്ടന്റെ കൂടിയും വണ്ടി എടുത്തിട്ട് ഏട്ടമ്മയെ കാണാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട്. 2 തവണ പോയിട്ടുണ്ട്. അതിൽ സ്നേഹത്തിന്റെ കൂട്ടുകാരി പറഞ്ഞു എന്ത് സ്നേഹം നിങ്ങൾ. ഇതില് വേറെ കാര്യം എനിക്ക് പറയാണ്ട്. നമ്മള് പ്രേമകഥ പറഞ്ഞപ്പോ അതില് വേറെ കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഞങ്ങള് പ്രേമിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പൊന്നൂസിന് അങ്ങനെ നോണ പറയുക, അങ്ങനെ ഞാൻ പറഞ്ഞത് അവൾക്ക് നോണ ചെയ്യണോന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ പ്രേമിക്കുന്ന സമയത്ത് തന്നെ അവളെ അവിടുന്ന് എടുത്തിട്ട് എന്റെ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ഞാൻ പറയട്ടെ, അവള് ഇഷ്ടാണെന്ന് പറഞ്ഞ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ഞാനൊരു പൊന്നൂസ് എന്റെ അടുത്ത് ആകെ പറഞ്ഞ ഒരു കാര്യം മാത്രമേ അതുള്ളൂ, എന്താ പറയാ ഏട്ടനെ ചതിക്കൂന്ന്. അപ്പൊ ഞാൻ പിറ്റേ ദിവസം ഇതേപോലെ അവിടെ ഒരു ദിവസം പോരാൻ പറഞ്ഞു. നേരെ കൊണ്ടുവന്നത് എന്റെ മഞ്ചക്കൽ ഓട്ടോ സ്റ്റാൻഡിലേക്കാണ് അല്ലെ. അവിടെ വന്നിട്ട് എന്റെ കണ്ണേത്തിന് എല്ലാരും ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു. എന്താ പറയാ കൂട്ടുകാരന്മാരെ വീട്ടിൽ കൂടെ കൊണ്ടേ പരിചയപ്പെടുത്തി കൊടുത്തു. എന്റെ വീട് പരിചയം തന്നു, എന്റെ പെങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെ പറഞ്ഞു ഞാൻ അമ്മേനെ കാണിച്ചു കൊടുത്തു. അമ്മ പറഞ്ഞു ഞാൻ എപ്പോഴെങ്കിലും ചതിക്കാണ് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാല് അതിനെ തേടിട്ട് ഇങ്ങോട്ട് വന്നോന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും പ്രേമം തുടങ്ങുമ്പോ തന്നെ ഇവളോട് ഈ പറഞ്ഞിരുന്നു അല്ലെ. അത് അവൾക്ക് വളരെ ഒരു വിശ്വാസമായി. കാരണം ഞാൻ ഒരിക്കലും അവളെ ചതിക്കില്ല എന്നുള്ളതിനൊരു ഭയങ്കര ഇതായി. ഞാൻ പിന്നെ അവന്റെ കൂട്ടുകാരന്മാരുടെ നമ്പറും കാര്യങ്ങളും ഒക്കെ അവളെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് ഇന്നലത്തെ ഇതിൽ മിഞ്ഞാത്ത ലവ് സ്റ്റോറി പറയാൻ വിട്ടുപോയി നമ്മളല്ലേ. പിന്നെ ഞാൻ 2 ഫോൺ കൊടുത്തത് അതൊക്കെ ചോദിച്ചിരുന്നു. അത് നമ്മളില്ല, ഇനി പിന്നെ എപ്പോഴും പറയാം. ഓക്കെ, അത് ഒരെണ്ണം ഇത് വീട് ലെങ്ത് കൂടി പോണു. അപ്പൊ പ്രത്യേകിച്ച് ധാരണകളൊന്നും എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. കാര്യം ഏട്ടത്തിയമ്മ നമ്പർ ഏട്ടന് കിട്ടിയ സമയം തൊട്ടിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. ഏട്ടന് ഞാൻ പറയുമ്പോഴത്തേനും ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അതുപോലെ തന്നെ സാറിന് എല്ലാം അതുകൊണ്ട് ഈ ഞങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഇടയിൽ ഇതൊരു പ്രശ്നങ്ങളില്ലാത്തത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഏട്ടന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും എന്താ പറയാ, എന്തുണ്ടേലും ഏട്ടനെ കൊണ്ടുചെന്ന് ചാടുമ്പോ പിന്നീട് ചാടും ഉണ്ടാവും. വീട്ടിലൊരു പ്രശ്നമാണെങ്കിൽ ഏട്ടന്റെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്കിന് അമ്മ ഏട്ടനെ തല്ലാൻ പോകണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഇടം പറയാതെ ഇവൾക്ക് പറയാറുണ്ട്. അത് പണ്ട് തൊട്ടുള്ളതാണ്. എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഞാൻ താട്ടനെ അറിയായിരുന്നു എന്ന് പറയും. താട്ടയ്ക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമ്മ വടി എടുത്തിട്ട് ഇപ്പൊ ഒരു ഉദാഹരണത്തിന്റെ കാര്യം പറയാം. നമ്മളാ ചെറിയ കുട്ടിയാകുമ്പോ അപ്പുറത്തെ വീട്ടിലെ മൂച്ചി മുതൽ മാങ്ങ അറുത്തു. അപ്പൊ ആ മാങ്ങ അറുത്തതിന് അവര് വന്നിട്ട് അമ്മയോട് പറയാണ് എന്റെ കുട്ടികൾ ഇങ്ങനെ മാങ്ങ അറുത്തു എന്ന് പറയുമ്പോ ആരർത്തു ചോദിക്കുമ്പോ ചെക്കനാണെന്ന് പറയുമ്പോ അമ്മ വടി എടുത്തിട്ട് അതിന്റെ അടുത്തേക്ക് തല്ലാൻ വേണ്ടിട്ട് വരും. അപ്പൊ ഞാൻ പറയും അമ്മ അതിക്ക് മാത്രമല്ല പറയും. അപ്പൊ ഞങ്ങൾക്ക് രണ്ടാക്കും പാടെ അടിയിട്ടു. ഇതുവരെ ഇത്രയും വർഷമായിട്ടും അത്ര തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഏട്ടന്റെ നമ്മുടെ ലവ് മാരേജിന്റെ ഇടയ്ക്കും അവസാനം എന്താ പറയാ കല്യാണത്തിന് തൊട്ട് മുന്നേ, അതായത് ഇവിടെ വീട്ടിൽ ഞാൻ എറണാകുളത്തായിരുന്നല്ലോ, ഞാൻ ഇന്ന് വന്ന് കയറിയപ്പോ അമ്മനോട് ഉമ്മർത്തിറത്തിയപ്പോ ചോദിച്ച ഓരോ ചോദ്യം അന്നെ പറഞ്ഞിട്ട് ക്ഷണിച്ചെന്നായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല അമ്മ ഇങ്ങനെ പറഞ്ഞു. അതിൽ അമ്മേനെ കുറെ ചീത്ത പറഞ്ഞു. എനിക്കല്ലെങ്കിൽ അറിയാറുണ്ട് എനിക്ക് എല്ലാത്തിനും ഒത്താശ കൊടുത്തിട്ടുണ്ടാവുകൊണ്ട് അമ്മ ഇനിയും ചീത്ത പറഞ്ഞു. അങ്ങനെ ഏട്ടന്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കണം. ഏട്ടത്തിയമ്മയുടെ എല്ലാ കാര്യങ്ങളും എനിക്കും അറിയാമായിരുന്നു. പലപ്പോഴും ഏട്ടൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിച്ച് ചോദിക്കും, എന്റെ അടുത്ത് പറയുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റായൊരു ധാരണയില്ലായിരുന്നു. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു. കല്യാണത്തിന് മുന്നേ ഞാൻ കാണാൻ വന്നപ്പോ പോലും തിരിച്ചും എടുത്ത് എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. ഫോണില്ലാന്നൊക്കെ പറഞ്ഞു മൂപ്പര് കറിയൊക്കെ ചെയ്തു. ചേച്ചിയുടെ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഹലോ ചോദിക്കട്ടെ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്ന 3 കാര്യങ്ങൾ. ഫസ്റ്റ് പൊന്നൂസ് പറഞ്ഞു തന്നിട്ട് ഞാൻ തുടങ്ങിയാൽ മതി. പൊന്നൂസ് 3 കാര്യം പറഞ്ഞു. നിങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന 3 കാര്യം പറഞ്ഞു. ഞാൻ ചോദ്യം കാരണം മനസ്സിലാക്കിയിട്ട് ഉത്തരം പറയട്ടോ. എന്താണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യാപ്പോ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഒരുമിച്ചുള്ള കാര്യം പറഞ്ഞ 3 കാര്യം പറയാം. അതെനിക്ക് ഇഷ്ടല്ലേ. ഞങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യാ. ഇപ്പൊ എന്താണ് എങ്ങോട്ടും പോവാൻ ഞങ്ങള് ഡ്രസ് ചെയ്യൊക്കെ ഒരുമിച്ച്, മീൻസ് മറ്റേ ഡ്രസ്സ് വലിച്ചു പോയത് അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ്. ആ ഡ്രസ്സ് 2 റൂമിലാണ് ഒരുമിച്ച് പോയ ഡ്രസ്സ് മാറുള്ളൂ. അതുപോലെ മുടി കെട്ടുള്ളൂ ഒക്കെ ഒരുമിച്ച് അന്നാലും ഞങ്ങൾക്ക് ഒരുമിച്ച് ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ അമ്മ ഞങ്ങൾ കുറയും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ പറയുന്ന മുതലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മുമ്പത്തൂടെ പോണ ഒരാളെ പറ്റി ഭരദൂഷണം പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. അതുപോലെ ഏട്ടന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കുന്നതാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. ഇത്ര പോലെ ഇപ്പൊ ആദ്യമൊക്കെ ചേച്ചി ഏട്ടനെ കുണ്ടി വിളിച്ചിട്ട് ഇപ്പൊ
വിളിക്കുക അമ്മ നിങ്ങളൊക്കെ പറഞ്ഞാൽ അപ്പൊ എടുത്തിമിക്ക് അറിയായിരുന്നു നിന്നെ എന്താ പറഞ്ഞ അമ്മ ചേച്ചിക്ക് അറിയായിരുന്നു ചേച്ചി ഞാൻ ഒരുമിച്ച് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം എഴുത്തമ്മ ചെയ്തൊരു കാര്യങ്ങളായിക്കോട്ടെ എഴുത്തമ്മയ്ക്ക് വഴക്കിട്ട് ഞാൻ പറയും ഞാൻ ചെയ്താന്ന് പറഞ്ഞു എന്നൊക്കെ പറയും. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യണ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. കുശുമ്പ് ഇതൊക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. രണ്ടു പേർക്കും പേടിയുള്ള രണ്ട് കാര്യങ്ങൾ പറയും. നയൻതാരയുടെ മായ ഫിലിം ഉണ്ട്. ഒരു ദിവസം ഞാനിങ്ങനെ വൈകുന്നേരത്തെ 7 മണിക്ക് അമ്മേനെ എഴുത്തിയമ്മേനെയും വിളിച്ചിട്ട് കടത്തിയിട്ട് നടുവില് കടന്നിട്ട് സിനിമ കണ്ടോണ്ടിരിക്കുക സിനിമ കണ്ടോണ്ടിരിക്കുക. ഇച്ചിരി തുടങ്ങിയിട്ട് അമ്മ അപ്പൊ തന്നെ പറഞ്ഞു കാണണ്ടാന്ന്. അപ്പൊ റിമോട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടിരുന്ന് ഇങ്ങനെ കാണുകയാണ്. അപ്പൊ പെട്ടെന്ന് പുറകിൽ ആള് വരുന്ന സീൻ ഉണ്ട്. അതിട്ട് വന്നപ്പോഴേക്കും ഞാൻ ആ കൊച്ചെടുത്തൊക്കെ ഇപ്പൊ അമ്മയുടെ എനിക്ക് ചെറുക്കി അടിയൊക്കെ കിട്ടിയായിരുന്നു. പാമ്പിനെയും ഇതേമാതിരി പേടി പിന്നെ കുരിപ്പോൾ ഇനി അമ്മ നിങ്ങൾക്ക് പേടിയില്ലേ? ഓക്കെ അടുത്ത് ചോദിക്കട്ടെ. ഒരെണ്ണം കൂടി ഉള്ളത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വീട്ടില് ജോലിയൊന്നും ചെയ്യാതെ രണ്ടു പേരും ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ പറയുക. എഴുത്തുമ്മയുടെ വയറ്റമ്മ നടക്കുന്നിടത്തോടെ ഞാൻ നടക്കുന്നിടത്ത് എഴുത്തും നടക്കും. ഇനി ഇന്ന് പരദോഷണം പറയാ ആരെല്ലാം കുറ്റം പറയാ മാവില് മാങ്ങണ്ടെങ്കിൽ അത് ബക്കറ്റിലെടുത്തോണ്ട് വരെ ഉറിഞ്ച് തിന്നാ. പക്ഷെ ആ മാവ് വെട്ടാൻ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും പണിയൊന്നും ചെയ്യാതെ ഒരു 11 മണിയൊക്കെ ആകുമ്പോ ഏട്ടനൊരു വിളിയാ ചോറക്കായി എന്നപ്പോ വരുന്നിട്ട് ഏട്ടൻ നുണ പറയുന്നാവും. പക്ഷെ ഞങ്ങൾ ഓടി ഓടി അപ്പൊ എല്ലാം ചെയ്യും. ഇതൊക്കെ ഉള്ളു. ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള്. അപ്പൊ ഓക്കെ ഇന്നത്തെ നമ്മളൊരു വീഡിയോ ഇത് കുറച്ച് ലെങ്ത് കൂടുതലാ തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല. ലെങ്ത് കൂടുതലാന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ ഓടിച്ചിട്ടിട്ട് കണ്ടോ കുഴപ്പമില്ല. പിന്നെന്ന് പറഞ്ഞാൽ വെറുപ്പിച്ച് ചെറുതായിട്ട് ഞങ്ങൾ രണ്ടാളും എല്ലാരും ചോദിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻസ് എന്റെ പറയട്ടെ. ഇനി നീട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും രണ്ടുപേരോടുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. ഇനി ഏട്ടനോട് ഞങ്ങൾ രണ്ട് ചോദ്യം ചോദിക്കട്ടെ. അത് വേണ്ട, എനിക്ക് പേടിയാണ്. നാളത്തേക്ക് ഞാനും എടുത്തുകൂടെ ഏട്ടനോട് കുറച്ച് ചോദ്യം. സുജി കൃഷ്ണ പേര് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കരുത്. താഴെയുള്ള ചുവന്ന കളറിലുള്ള ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. അത് തൊട്ടപ്പുറത്തല്ലേ? തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണോട് അമർത്തി വെക്കുക. അപ്പൊ നമ്മൾ ഇടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളെ ഫോണിലേക്ക് എത്തിച്ചേർന്നായിരിക്കും. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഓക്കെ ടാറ്റ ബൈ ബൈ. അല്ല അതെ മത്സരാമേന്ന് കാണിക്കണ്ടേ? ജസ്റ്റ് മത്സരാമേന്ന് കാണിക്കാം. നമുക്ക് ക്യാമറ അങ്ങോട്ട് പോവാം. ക്യാമറ അങ്ങോട്ട് വരുമോ? ക്യാമറ വെള്ളത്തിൽ ചാടുമ്പോ കൂടെ ചാടണം. നമ്മളെ മത്സരാമതായിരിക്കണോ? ഓക്കെ.